ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മോസി. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് നമ്മളെ കഥ നമ്മൾ ഫുള്ളാക്കിയല്ലേ. ഇനി നമുക്കതിൽ ചെറിയൊരു പോയുണ്ട്, അതെന്താന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. പച്ചമരമേ നിന്നെ കാണാൻ എന്തു ഭംഗിയാ. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഞാൻ ഭയങ്കര സന്തോഷവാനാണ് നിങ്ങളെല്ലാവരും കണ്ടതിൽ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. അപ്പോൾ നീല നിറമുള്ള പക്ഷിയെ നിന്നെ കാണാൻ എന്തു ഭംഗിയാ. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് നിന്നെ എല്ലാവരും കണ്ടതിൽ. ഇതാരാണ് പറയുന്നത്? ഈ പോയത്തെ സ്പീക്കറാണ് ബസ് കേട്ടോ. അപ്പം ബസ്സിന് ഈ ഒരു പ്രകൃതിനെ പറ്റി ഭയങ്കര ഒരു പോയത്തിലൂടെ ഭയങ്കര മനോഹരമായി പറഞ്ഞു തരാണ് നമുക്ക് ഈ നമ്മുടെ പ്രകൃതിൻ്റെ ഭംഗീനെ പറ്റി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പോയം. ഇനി നമുക്ക് ഈ ഫസ്റ്റത്തെ യൂണിറ്റിലെ ചെറിയ 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വേർഡ്സ് ഐ ക്യാൻ റീഡ്. അപ്പോൾ എന്തൊക്കെ വേർഡ്സാണ് നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ വേർഡ്സ് യു ക്യാൻ റീഡ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വേർഡ്സിൻ്റെ മേൽക്കൂടി സർക്കിൾ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. നമുക്കെന്നാൽ വേർഡ് വായിച്ച് പഠിക്കല്ലേ മക്കളെ. നമുക്ക് തുടങ്ങാം. ബസ്, റോഡ്, കൗ, ഹോൺ, ഫാസ്റ്റ്, റെഡി, മൂവ്, വാൻ, സ്റ്റോപ്പ്, ലൈറ്റ്, സോറി, ജീപ്പ്, ക്രാഷ്, ലോറി, സിംഗ്, പോലീസ്, ബെൽ, റൺ, ടയർ, 3, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, white, 1, wheel, color, mistake, pink, slow. എല്ലാ മക്കളും ഇത് പഠിച്ചെന്ന് വിചാരിച്ചു. എല്ലാവരും അപ്പം റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കല്ലേ. പുട്ട് എ ടിക്ക് മാർക്ക് അഗസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ എന്തൊക്കെ ക്യാരക്ടറാണ് ഈ സ്റ്റോറിയിൽ ഇല്ലതെന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ട്? ബസ് ഉണ്ടല്ലേ, ബസ്സല്ലേ ഇതിൽ മെയിൻ. പിന്നെ പോലീസ് ഓഫീസർ ഉണ്ടല്ലേ, ടിക്കറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ കൗ ഉണ്ടല്ലേ, ടിക്കറ്റ് കേട്ടോ. ഹെന്നുണ്ട്, പക്ഷെ അത് കഥയിൽ വല്ലാതെ പറയണില്ലല്ലേ ഹെന്നിനെ പറ്റി. പിന്നെ അതുപോലെ കാറുണ്ടല്ലേ, കാർ ഇതിൽ മെയിനാണല്ലേ. ജീപ്പ് ഉണ്ടോ? ജീപ്പ് ഇതിലില്ലല്ലേ, അപ്പോൾ റോങ് എന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മൗസ് ഉണ്ടല്ലേ, പക്ഷെ കഥയിൽ ഇതിൽ പറയണില്ലല്ലേ, അപ്പം മൗസിനൊന്നും ആക്കണ്ട കേട്ടോ. പിന്നെ ഡക്ക് ഇല്ലല്ലേ. പിന്നെ ബിയറില്ല, കൗ ഉണ്ടല്ലേ. പിന്നെ ഡോഗ്, റാബിറ്റ്, പിന്നെ മങ്കി കേട്ടോ ഇല്ലത്. ഗോട്ടില്ല, കാറ്റില്ല, പാരറ്റില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെ ചെറിയൊരു കഥ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കല്ലേ. അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. എന്താ നോക്കാം. അപ്പോൾ ഈ ചെറിയ കഥ എന്താ സംഭവം അറിയോ? അപ്പോൾ ഒരു ഹെന്ന് മുട്ടയിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഇതിൽ കൂടെ നോക്കണ്ടാര് നമ്മുടെ മൗസ് എന്തിന് മുട്ടെടുക്കാൻ വേണ്ടി. അപ്പം ഇട്ട പാട് നമ്മുടെ ഹെന്ന ഈ ആക്സിഡൻ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒച്ചപ്പാട് കേട്ടിക്കണ്ട് അവിടെ പോവും. അവിടെ ഈ ബസ്സും കാറും കൂട്ടിച്ചിരുന്ന ടൈമിൽ നടന്ന ഒരു സ്റ്റോറി ആട്ടോ ഇത്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. ആ പാട് നമ്മൾ മൗസ് എന്താട്ടും, ആ മുട്ട പോയി എടുക്കും കേട്ടോ. മുട്ട എടുത്താണ്ട് ഓടുമ്പോൾ ഉണ്ടാവും നമ്മുടെ ഹെന്ന വരും. ഹേ സ്റ്റോപ്പ്, അവിടെ നിൽക്കാൻ വേണ്ടി പറയും കേട്ടോ. നമ്മളെ ഹെന്ന കാണും മുട്ടെടുത്ത് ഓടുന്നത്. പക്ഷെ നമ്മളുടെ മൗസ് നിൽക്കൂല കേട്ടോ. മൗസ് അതും കൊണ്ട് ഓടും കേട്ടോ. അങ്ങനെ ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഈ ലൈറ്റ് വന്ന് ഇടിച്ചത് ആരുടെ മേത്താ? നമ്മുടെ മൗസിൻ്റെ മേത്താവും കേട്ടോ. അങ്ങനെ ആ മൗസ് അവിടെ വീകുമ്പോൾ മുട്ട തെറിച്ചു പോവും. അപ്പോൾ വേറൊരു ഹെന്ന വന്ന് കണ്ട് എന്താ കാട്ടുക, ആ മുട്ട വന്ന് എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളുടെ ആ അമ്മ ഹെന്നിന് കൊണ്ടേ കൊടുക്കും മുട്ട. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയും. സാരമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. കം പറഞ്ഞുകാണ്ട് ബാക്കി മൗസ് വന്നുകാണ്ട് ആ മൗസിനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്.
അപ്പോൾ പറയാണ് ആരോട്, ആ ഹെന്നോട്, അത് നിൻ്റെ മിസ്റ്റേക്കാണ്, നീയാണോ നോക്കണ്ടേന്ന് പറയാണ്. അപ്പോൾ ഐ ആം സോറി എന്ന് പറയാണ് ആര്, ആ ഹെന്നെ. അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഇന്നത് ആവർത്തിക്കരുത്. അതാണ് ഈ കഥൻ്റെ ഒരു സാരട്ടോ മക്കളെ. അപ്പോൾ ഇതോടെ നമ്മൾ 1ാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. പിന്നെ അതിൽ തന്നെ ചെറിയൊരു വർക്കും കൂടി ഉണ്ട്.